ഹേയ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അടിപൊളി ബീഫ് പെരട്ടാക്കിയാലോ? ഞാൻ കൊച്ചുള്ളി, ചെറിയ ഉള്ളി ചതക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം തന്നെ ഉള്ളി, വെളുത്തുള്ളി ഒക്കെ ഉള്ളിയല്ല സോറി ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചതച്ച് എന്നിട്ട് ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഇടുവാണ്. കുക്കറിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഉള്ളി ഇട്ടു. ചതച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം. പക്ഷെ നമ്മൾ 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടും. എന്നിട്ട് അതിൽ ഉപ്പിട്ട് ആവശ്യത്തിന്, നമ്മളെ ബീഫിന് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് നന്നായിട്ട് വേണ്ട, വളരെ കുറച്ച് വെള്ളം, ഒരു കാക്കപ്പ് ഒഴിച്ചോ കുറച്ച്. കാരണം ബീഫിന് നല്ല വെള്ളം ഉണ്ടാവും. അപ്പം ബീഫിൻ്റെ വെള്ളം വേവിക്കുമ്പോൾ ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് കുക്കർ ഓണാക്കി. ഇനി ഒരു 7-8 വിസിൽ നമ്മൾ കുക്കറിൽ ബീഫ് വേവിക്കുക. ഞങ്ങൾ 9 വിസിൽ വെച്ചിട്ടുണ്ട്. ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു നല്ല വലിയ ഇങ്ങനത്തെ ഒരു ചീനച്ചട്ടി എടുക്കുക. അതിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഗ്രാമ്പൂ, പട്ട അതൊക്കെ ഇട്ട്, പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നമുക്ക്. അതിൻ്റെ കൂടെ വെല്ലുള്ളി ഇടുക. വെല്ലുള്ളി സവാളി മുറിച്ചിടുക. സവാളി മുറിച്ചിട്ടിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇടുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ജീരകപ്പൊടി ഇടുക. പിന്നെ കുരുമുളക് പൊടി എന്തായാലും ഇടണം. കാരണം നമ്മൾ മറ്റേടത്ത് മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് കുറച്ച് തക്കാളി ഇടുക. ഒരു തക്കാളി മതി, 1-2 തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ അടിയണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വേവിച്ച് വെച്ച് ബീഫ് ഇതിലിടുക. ബീഫും ആ മസാലയും വെള്ളവും ഒക്കെ ഇതിലിടുക. ബീഫ് മസാലയും വെള്ളമൊക്കെ ഇട്ടതിന് ശേഷം, അതായത് ബീഫ് മസാല വെള്ളം നന്നായിട്ട് ഇളക്കുക. ഇതാണ് മോളെ ഒരു പണി. നന്നായിട്ട് ഇളക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ടൈം ഇത് വറ്റി വന്നിട്ട് ആ ഒരു പെരട്ട് രൂപത്തിലാവണം. അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി ഇളക്കി. അതിനിടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൊത്തമല്ലി ചപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, ഫ്ലേവറിന് വേണ്ടിയിട്ട്. എൻ്റെ കൈൻ്റെ പണി പോവും മക്കളെ. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കണം. അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കും കേട്ടോ. എന്താ പറയുക, അടിക്ക് പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളെ ബീഫ് പെരട്ട് തയ്യാറായി. ഞാനിതാ ബീഫ് പെരട്ടും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ടാറ്റാ, ബൈ.